ചാവക്കാട് ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ വലഞ്ഞ പ്രദേശവാസികൾ. മഴ പെയ്യുമ്പോൾ ദേശീയപാതയിലെ വെള്ളവും ചെളിയും ഉണ്ടല്ലോ, അത് മുഴുവൻ വീടുകളിലേക്ക് എത്തുകയാണ്. രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് പ്രദേശവാസിയായ അശോകൻ പറയുന്നത്. ജില്ലാ കളക്ടർക്കും ദേശീയപാത അതോറിറ്റിക്കും പരാതി നൽകിയെങ്കിലും യാതൊരു പരിഹാരവുമില്ല. ചാവക്കാട് ദേശീയപാത അതോറിറ്റിയുടെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ, ജോലികൾ അത് എത്രത്തോളം അശാസ്ത്രീയമാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ദേശീയപാതയുടെ ഇന്നലെ വിള്ളൽ സംഭവിച്ച ഒരു ഭാഗമാണ്. ഈ വിള്ളൽ സംഭവിച്ച ഭാഗത്തിനോട് ചേർന്നുള്ള നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്ന ഇടമാണ്. ഇവിടെ എല്ലാ കാനകളും അടച്ചിടുകയും അതിനോടൊപ്പം തന്നെ യാതൊരു വിധത്തിലും വെള്ളം ഒഴുകി പോകാനായി കഴിയാത്ത വിധത്തിലുള്ള രീതിക്കാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാം തന്നെ കോൺക്രീറ്റ് ഇട്ടതിനെ തുടർന്ന് വെള്ളമൊന്നും തന്നെ താഴേക്ക് ഇറങ്ങാത്തൊരു സ്ഥിതിയുണ്ട്. കൂടാതെ തൊട്ടടുത്ത വീടുകൾക്ക് വലിയ ഒരു ദുരിതമാണ് ഈ ദേശീയപാത അതോറിറ്റിയുടെ അശാസ്ത്രീയമായ നിർമ്മാണം സമ്മാനിക്കുന്നത്. ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ തന്നെ മണലാണ്. ഇത് ഈ ദേശീയപാതയിൽ നിന്ന് കനത്ത മഴ പെയ്യുമ്പോൾ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇവിടേക്ക് എത്തുന്നത്. വീടിനെ സിറ്റ് ഔട്ടിലേക്ക് പോലും വെള്ളം കയറുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ചെളി അടിഞ്ഞ് കൂടി കിടക്കുകയാണ്. ഇതാണ് ശരിക്കും ഈ വീടിൻ്റെ ഒരു യഥാർത്ഥമായ തറ എന്ന് പറയുന്നത്, അതായത് നിലം എന്ന് പറയുന്നത്. ഇത് ഇത്രത്തോളം കട്ടിയുള്ള മണ്ണ് ഇവിടേക്ക് ആ ദേശീയപാതയിൽ നിന്ന് ഒഴുകിയെത്തിയാണ് ഇവിടെ ആകെ തന്നെ ചെളിയായി കിടക്കുന്നത്. ഇവിടുത്തെ വീട്ടുകാരുണ്ട്. അശോകൻ എന്ന് പറയുന്ന വ്യക്തിയുടെയാണ് വീട്. ചേട്ടാ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ഇത് അശാസ്ത്രീയം എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ ഇവർ മഴ പെയ്യുന്നു അറിഞ്ഞിട്ട് തന്നെ ഇതൊന്ന് ബ്ലോക്ക് ചെയ്യാനോ, ഈ വെള്ളം ഇവിടെ ഡംപ് ചെയ്യണം. തെക്കുന്നും വടക്കുന്നും പിന്നെ മേലെന്നും ഈ ഹോളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വെള്ളം ഡംപ് ചെയ്യണം. വെള്ളം അങ്ങനെ നിന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വാഹനങ്ങൾ പോകുമ്പോൾ തിര അടിക്കണ പോലെയാണ് വീട്ടിലേക്ക് വരുന്നത്. ഇത് ഞാൻ പലതവണ ഇവരെ അറിയിച്ചു. 10 സെൻറ്റാണ് ഈ സ്ഥലം. ഈ സ്ഥലത്ത് ചുറ്റും മതിലാണ്. ഈ വെള്ളം ഇതിൽ പോയിട്ട് അവിടെ ഡംപ് ചെയ്യാണ് ഭയങ്കര ഹൈറ്റിൽ. എന്നിട്ട് വീണ്ടും ഇതിൽ വന്നിട്ട് ഇങ്ങനെ തളം കെട്ടി നിൽക്കുക എന്ന് പറയില്ല, നമ്മൾ സ്റ്റില്ലായിട്ട്. ഞാൻ 4 മണി വരെയൊക്കെ ഇവിടെ ഇരിക്കുക ഉറങ്ങാതെ. നമ്മളിത് അനുഭവിച്ചിട്ട് ആദ്യമായിട്ടല്ല ഇത് അനുഭവിക്കുന്നത്. അപ്പം നമുക്കിത് ഭയങ്കര ടെൻഷനല്ല. ഉറങ്ങിയിട്ട് 4 ദിവസമായി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പല പ്രാവശ്യം ഇവരെ ഹൈവേക്കാരെ, ഞാൻ ശിവാലയക്കാരെ ഞാൻ പലതവണ അയച്ചു. അവർക്ക് മെയിൽ ചെയ്തു, NHAIക്ക് ഡൽഹിക്ക് മെയിൽ ചെയ്തു, എറണാകുളത്തേക്ക് മെയിൽ ചെയ്തു, തിരുവനന്തപുരത്തേക്ക് മെയിൽ ചെയ്തു, കളക്ടർക്ക് മെയിൽ ചെയ്തു. NHന്റെ വെള്ളം മുഴുവൻ അവിടെ നിന്ന് ഒഴുകി വന്നിട്ട് എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഡംപ് ചെയ്യണത്. അതായത് ഇത് ഒരാളുടെ മാത്രം അവസ്ഥയല്ല, ഇത് സമാനമായ രീതിയിൽ ഒരുപാട് വീടുകളിലേക്കാണ്. അതായത് ഈ ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം, വെള്ളം ഒഴുകി പോകാൻ കഴിയാത്ത രീതിക്കുള്ള നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്തുള്ള വീടുകൾക്കൊക്കെ തന്നെ അതിൻ്റെ പരിണിതഫലം അനുഭവിക്കേണ്ടി വരികയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ വെള്ളം മുഴുവൻ നേരെ റോഡിൽ നിന്ന് ഒഴുകിയെത്തുന്നത് ഈ ആളുകളുടെയൊക്കെ തന്നെ ഈ സമീപത്തുള്ള എല്ലാവരുടെയും വീടുകളിലേക്കാണ്. അത്രത്തോളം അശാസ്ത്രീയമാണ് ഇവിടുത്തെ ജോലികൾ.